Hello friends, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചറൽ ട്യൂട്ടോറിയൽസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോമ്പൗണ്ട് ഒബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് 3D മാക്സിലെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിലെ തന്നെ സ്കാറ്റർ എന്ന് പറഞ്ഞ ഒരു ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിൽ സ്കാറ്റർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർപോർഷനിൽ സ്കാറ്റർ പോലെ, അതായത് എന്താ കുറേ ഒരു സിംഗിൾ എലമെന്റ് ഒരു പ്ലെയിനിന് മുകളിൽ കുറേ ആയിട്ട് ഇങ്ങനെ എന്താ റാൻഡംലി പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്, കാരണം ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ഒരു പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് പ്രത്യേകം പ്ലേസ് ചെയ്യണമെന്നില്ല. ഓക്കെ, നമ്മൾ സ്കാറ്റർ യൂസ് ചെയ്താൽ റാൻഡംലി നമുക്ക് എവിടെയൊക്കെ വേണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ട് അത് പ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പ്ലേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ റോക്ക് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ പ്ലേസ് ചെയ്യാൻ ഒരു ബെസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം വുഡൻ ചെറിയ ഫേസൈഡൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാനിവിടെ നോയ്സ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ക്രിയേറ്റ് ചെയ്യാം. ഞാൻ 25, ഓക്കെ 25 വെച്ചിട്ടുള്ള എഡ്ജ് ഫേസ് വെച്ചിട്ടുണ്ട്. 25 വേണോ? വേണ്ട, 20 കൊടുക്കാം. ഓക്കെ, 20 വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോയ്സ് കമാൻഡ് യൂസ് ചെയ്യാം. സ്കെയിൽ ഞാൻ കുറയ്ക്കുകയാണ്. ഓക്കെ, സ്കാറ്റർ യൂസ് ചെയ്തിട്ട് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു ബോക്സ് എടുക്കുകയാണ്. ബോക്സ് എടുത്തിട്ട് ഒരു ബോക്സും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സ്കാറ്റർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ചെല്ലുക. അവിടുന്ന് സ്കാറ്റർ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് നോർമലി അറിയാവുന്നതാണ്, മൂവ്, കോപ്പി, ഇൻസ്റ്റൻസ്, അതൊന്നും നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. ക്വിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, നമ്മുടെ ആ ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. സോ ഇപ്പം ഇത് രണ്ട് കളറും ഒന്നിച്ച് ഒരുപോലെ വന്നിട്ടുണ്ട്. സോ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്പ്ലേയിൽ ചെല്ലുക, ഹൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ കളർ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം ഇതെന്താണ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിസ്പ്ലേ ഞാൻ ഓഫ് ചെയ്യാം. മുകളിൽ കണ്ടില്ലേ, പെർപെൻഡിക്കുലർ ടിക്ക് ചെയ്തിട്ടേക്കാണ്. അതായത് നിങ്ങളുടെ ഏത് പ്രതലത്തിലാണോ അല്ലെങ്കിൽ ഏത് പ്ലെയിനിലാണോ നിൽക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതിനിപ്പം ഒരു ചരിവുണ്ട്, സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ അൺടിക്ക് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഇനി ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ഒരു 10-16 എണ്ണം കൊടുക്കാൻ ഞാനിപ്പോൾ. കണ്ടില്ലേ, റാൻഡംലി പ്ലേസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, ഇതെല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടാണ്. കണ്ടില്ലേ, ആ ഒരു പ്ലെയിന്. ഇനി അതല്ല പെർപെൻഡിക്കുലർ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അത് റാൻഡംലി പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്കാറ്ററിന്റെ യൂസ്. അതായത് നമുക്കിപ്പോൾ ഒരു ചെടിയാണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത്. സോ അത് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പ്രതലം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ റാൻഡംലി പ്ലേസ് ആവും. മനസ്സിലായില്ലേ? ഇനി അതല്ല നിങ്ങൾക്ക് താഴേക്ക് വരികയാണെങ്കിൽ ബേസ് സ്കെയിൽ ഉണ്ട്, അതായത് നമുക്ക് അതിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല വെർട്ടിക്സ് ചാവോസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ വെർട്ടിക്സ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി അതിന്റെ ഷേപ്പ് മാറുന്ന അറിയാം. കണ്ടില്ലേ? ഓക്കെ, ദെൻ താഴേക്ക് വരികയാണെങ്കിൽ യൂസ് സെലക്റ്റഡ് ഫേസ് ഉള്ളിൽ കൊടുക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേസിൽ വരും. സോ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ ഏരിയയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് എന്ത് ബേസ് ഡിസ്ട്രിബ്യൂഷൻ വേണം. ഇപ്പൊ ഏരിയ വൈസ് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാൻ പെർപെൻഡിക്കുലർ ഓഫ് ചെയ്യാണ്. ഏരിയ വൈസ് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവൻ ആണെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാം. സോ റാൻഡം ഫേസ് നമുക്ക് റാൻഡം ആയിട്ട് എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് ചെയ്യാം. ഇനി സ്കിപ്പ് എന്ന് കൊടുക്കാം. അതായത് നമുക്ക് ഒരു റാൻഡംലി പ്ലേസ് ചെയ്യാനുള്ള ഒരു നമ്പർ വൈസ്. ഓക്കെ,
പല മോഡലിൽ കണ്ടില്ലേ, പല മോഡലിൽ നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, ഇനി അതല്ല എലോങ് എഡ്ജസ് ആണെങ്കിൽ ഓരോ എഡ്ജിലും അത് പ്ലേസ് ആവും. ഇനി നമ്മൾ കണ്ട എഡ്ജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ എഡ്ജിലും വന്നിട്ടില്ല, കാരണം നമ്മൾ 16 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് എല്ലാ എഡ്ജിലും വരും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ ആൾ വെർട്ടീസസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വെർട്ടീസസിലും കണ്ടില്ലേ, എല്ലാ വെർട്ടീസസിലും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഏതൊക്കെ വെർട്ടീസസ് ഉണ്ടോ അവിടെ എല്ലാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും. കണ്ടില്ലേ, ഒരു വുഡൻ ടച്ച് ഇല്ലേ ഇതിന്. അതായത് നമ്മൾ എന്താ വുഡിന്റെ ഒക്കെ ഒരു സീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത് ക്രിയേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ആണ് ഈ മെത്തേഡ്. സോ എഡ്ജസ് മിഡ് പോയിന്റ് വെക്കാം, അതല്ലെങ്കിൽ ആൾ ഫേസ് സെന്ററിലേക്ക് മാറ്റാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കാറ്ററിനെ കുറിച്ച് പറയാൻ. നമുക്ക് എന്താന്ന് വെച്ചാൽ എന്താ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ വുഡൻ ഫേസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഒരു ഐഡിയ ആണ്. ഓക്കെ, അപ്പം ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. സ്കാറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.